ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് ഒരു കാര്യം പറയാനാണ് വന്നേക്കുന്നത്. വിഷ്ണുണ്ട്. അപ്പം ഞങ്ങൾ നാളെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഏതാന്ന് പറയല്ലേ, ഞങ്ങൾ നാളെ ഐസ്ലൻഡ് പോവുകയാണ്. കുറച്ച് നാളായിട്ടായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് കുറേ കാലമായിട്ടുണ്ടായിരുന്ന പ്ലാനൊന്നുമല്ല, പക്ഷെ വളരെ പെട്ടെന്നുള്ളൊരു പ്ലാനായിരുന്നു. എനിക്ക് തണുപ്പൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു കൺഫ്യൂഷനായിരുന്നു. പക്ഷെ എന്നാലും നോർത്തേൺ ലൈറ്റ്സ് കാണണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് ഞങ്ങൾ ഐസ്ലൻഡ് തന്നെ പോകാൻ തീരുമാനിച്ചു. ഇന്നിപ്പോൾ ഞാൻ ഭയങ്കര ടയേർഡാണ്. ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് നൈറ്റ് ഓഫ് ആയിരുന്നു. എന്നിട്ട് കിടന്നുറങ്ങി. പാക്കിംഗ് ഒക്കെ ചെയ്ത് വെച്ചു. അങ്ങനെ ഞങ്ങൾ ഇന്ന് രാത്രി ഇവിടുന്ന് പോവും. എന്നിട്ട് നാളെ രാവിലെ ഏർലി മോർണിംഗിനാണ് ലണ്ടൻ ലൂട്ടണിന് ഫ്ലൈറ്റ്. ഇന്ന് പോകുന്ന വഴിക്ക് ഞങ്ങൾ പ്രേമലും കൂടെ കണ്ടിട്ടാണ് പോകാൻ പോണേ. അപ്പോൾ പ്രേമലു കണ്ടു കഴിഞ്ഞ് നേരെ വിഷ്ണു അങ്ങോട്ട് ഡ്രൈവ് ചെയ്യും എയർപോർട്ടിലേക്ക്. അപ്പോൾ അവന് ഉറക്കമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നാലും കുഴപ്പമില്ല, ട്രിപ്പ് പോവല്ലേ, ഞാൻ വണ്ടിയിരുന്ന് ഉറങ്ങിക്കോളാം കുറച്ച്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പക്ഷെ രണ്ടുപേരും ഇച്ചിരി ടയേർഡായതുകൊണ്ട് ആ എക്സൈറ്റ്മെൻറ്റ് പുറത്ത് കാണുന്നില്ല. ഇവൻ്റെ മുഖത്ത് ഒട്ടും കാണുന്നില്ല. സോ നമുക്ക് പോവാം. ഞങ്ങളിപ്പോൾ ആക്ച്വലി ഫ്ലൈറ്റിലാണ്. എയർപോർട്ട് എത്താൻ കുറച്ച് ലേറ്റായി. കാരണം റോഡ് ഫുള്ള് റോഡ് ക്ലോഷറും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എത്താൻ ലേറ്റായി. ഞങ്ങൾ എന്നിട്ട് കയറി ഒന്ന് കുറച്ച് നേരം നന്നായി ഒന്ന് ഉറങ്ങി. കാരണം ഒട്ടും ഉറങ്ങിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നന്നായി ഒന്ന് ഉറങ്ങി എണീറ്റു. ഒരു 3 hours ഫ്ലൈറ്റേ ഉള്ളൂ. ഞാൻ എണീറ്റ് നോക്കുമ്പോൾ ദേ കാണുന്ന വ്യൂ ഇതാണ്. നല്ല രസമുണ്ട് ആക്ച്വലി കാണാൻ. ആ കാണുന്നതൊക്കെ ഈ മഞ്ഞുമലകളാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് കാണാൻ. സൺറൈസും കൂടെയാണിപ്പോൾ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ വ്യൂ. ഞങ്ങൾ എത്താറായെന്ന് തോന്നുന്നു. അത്യാവശ്യം താഴ്ത്തുന്നുണ്ട് ഫ്ലൈറ്റ് നന്നായിട്ട്. പിന്നെ പുള്ളി പറയുന്നുണ്ട് കുറച്ച് നേരം കൂടെ ഉള്ളെന്ന്. അപ്പോൾ അവിടെ നല്ല തണുപ്പാണെന്ന് തോന്നുന്നുണ്ട്. എന്താണെങ്കിലും നോക്കാം. ഞങ്ങളിപ്പോൾ ലാൻഡ് ചെയ്ത് ഇമിഗ്രേഷനും കഴിഞ്ഞു. വളരെ ക്വിക്കായിരുന്നു എല്ലാം, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ലൊരു എയർപോർട്ടാണ് ആക്ച്വലി. ഞങ്ങൾ മെയിൻ സിറ്റിയിലല്ല ഈ എയർപോർട്ട്. ഇവിടെ നിന്ന് ഇനിയും 1 hour ഉണ്ട് മെയിൻ സിറ്റിയിലേക്ക്. പക്ഷെ നല്ല രസമുണ്ട് ഇതിൽ കാണാനായിട്ട്. കണ്ടോ, ഒരു അടിപൊളി വാള്, കുറേ പെയിൻറ്റിങ്സ് പിക്ചേഴ്സൊക്കെ ഉള്ളൊരു വാള്. അപ്പം എല്ലാവരും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ആക്ച്വലി ഞങ്ങളും എടുത്തു കുറച്ച്. അപ്പം ഞങ്ങളിവിടെയൊക്കെ ഒന്ന് കുറച്ച് നേരം എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചു. എന്തായാലും ബസ് ഉണ്ട്. കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ബസ്. ഒരു 1 hour കൂടെ ഉണ്ട്. അപ്പോൾ അതുവരെ ഇവിടേക്ക് ഇങ്ങനെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഞങ്ങളിപ്പോൾ ഷട്ടിൽ ബസ്സിൽ കയറി. ഇത് എയർപോർട്ടിൽ നിന്ന് റെയ്ക്കവിക് സിറ്റിയിലേക്കുള്ള ഷട്ടിൽ ബസ്സാണ്. എയർപോർട്ട് കെഫ്ലവിക്കിലാണ്. അപ്പോൾ ഒരു 45 minutes ഡ്രൈവേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് ആക്ച്വലി കാണാൻ. ഫുള്ള് ഈ ഗ്ലേഷ്യർ മൗണ്ടെയ്ൻസാണ്. പിന്നെ ഈ മഞ്ഞിങ്ങനെ വീണ് കിടക്കുന്നതാണ്. നല്ല രസമുണ്ട്. പക്ഷേ എല്ലാം ഒരു ഡ്രൈ ആയിട്ടുള്ള കളറാണ്, ബ്രൗണിഷാണ്. പക്ഷെ അതിലിങ്ങനെ മഞ്ഞ് വീണ് കിടക്കുമ്പോൾ നല്ല രസമുണ്ട്. പിന്നെ ഇവിടുത്തെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിഫറെൻ്റാണ്. എല്ലാം അത്യാവശ്യം ഫ്ലാറ്റ് റൂഫാണ്. പിന്നെ ഒരു ബോക്സ് പോലെ അല്ല ഇരിക്കണേ. ഇതിവിടുത്തെ മെയിൻ സിറ്റി അല്ലെന്ന് തോന്നുന്നു. കാരണം ഇവിടെ എയർപോർട്ട് ഉള്ളതുകൊണ്ട് കുറച്ച് ഷോപ്സ് ഉണ്ട്. പക്ഷെ എന്നാലും മെയിൻ സിറ്റി റെയ്ക്കവിക് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും നമുക്ക് സിറ്റിയിൽ പോയി നോക്കാം. പിന്നെ ഇവിടുത്തെ റൗണ്ട് അബൌട്ട് ഒക്കെ ഒരു പ്രത്യേക ടൈപ്പാണ്. വലിയ റൗണ്ട് അബൌട്ടാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് ഇങ്ങനെ കാണാനായിട്ട്. You can show me the ticket, or I will go through this list and send you in the right buses. Thank you. ആ ഡ്രൈവർ ഇപ്പോൾ പറഞ്ഞത് ഈ ബസ്സിൽ ഞങ്ങളെ കുറേ ദൂരം കൊണ്ടുപോയിട്ട് അവിടെ ഏതോ ഒരു സിറ്റി സെൻറ്ററിൽ തന്നെ ഒരു സ്റ്റോപ്പിൽ വെച്ചിട്ട് വേറൊരു ചെറിയ ബസ്സിലേക്ക്
കുറച്ച് ഇങ്ങനെ ടീമായിട്ട് മാറ്റും, എന്നിട്ട് അവിടെ നിന്നാണ് ഹോട്ടലിൽ കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത്. അത് ഞങ്ങൾ ആക്ച്വലി റിവ്യൂവിൽ കണ്ടിട്ടുണ്ടായിരുന്നു, കുറേ പേര് അതൊരു നെഗറ്റീവായിട്ട് പറയുന്നത്. അതെങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. പക്ഷേ ഇപ്പം ഇത്ര നേരം ആക്ച്വലി ഞങ്ങൾക്ക് നല്ല കൺവീനിയൻ്റ് ആയിരുന്നു. നല്ല ബസ്സാണ് കേട്ടോ. ആക്ച്വലി സത്യം പറഞ്ഞാൽ EasyJet ഫ്ലൈറ്റിനേക്കാൾ അടിപൊളി ബസ്സായിരുന്നു. ഈ ഫ്ലൈറ്റിനകത്ത് ഒരു പവർ പോയിൻ്റ് പോലും ഇല്ലായിരുന്നു, ചാർജ് ചെയ്യാനായിട്ടൊരു പോർട്ട് പോലും ഇല്ലായിരുന്നു. ബസ്സിലെല്ലാം ഉണ്ട്, ഈവൻ സ്ക്രീൻ അടക്കമുണ്ട്. നല്ലതായിരുന്നു. എനിവേ അതുപോലെ ഇതിപ്പോൾ ടാക്സി എടുത്തതായിരുന്നെങ്കിൽ നല്ല പൈസയാവും ഞങ്ങൾക്ക്, മോർ ദാൻ 100 pounds ഒക്കെ ആവും. ലൈക്ക് എനിക്ക് തോന്നുന്നു അണ്ടർ 150 pounds ആവും. പക്ഷെ ബസ് ഒരു 2 പേർക്കും കൂടെ എനിക്ക് തോന്നുന്നു 64 pounds എന്തോ ആയുള്ളൂ. ഞങ്ങളിപ്പോൾ രണ്ടാമത്തെ ബസ്സിൽ കയറ്റി. ഇത് വലിയ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് അത്ര കുഴപ്പമായിട്ട് ഫീൽ ചെയ്തില്ല. ചെറിയൊരു ബസ്സാണ്, അതുകൊണ്ട് സീറ്റ് ഇത്തിരി കുറവായിരുന്നു. പക്ഷെ ആൾക്കാരും കുറവാണ്. ആ വലിയ ബസ്സിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുപോകണത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓരോ ഡയറക്ഷനിലേക്കൊരു ഓരോ ബസ്സായിരിക്കും. അപ്പോൾ സീറ്റ് കുഴപ്പമായതുകൊണ്ട് വിഷ്ണു ഫ്രണ്ടിലാണ് ഇരിക്കണേ, അപ്പോൾ ഞാൻ ബാക്കിലായിരിക്കണേ. അപ്പോൾ അവൻ അവിടെ ഇരുന്ന് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഹോട്ടലിലേക്കാണ് ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകണേ. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഹോട്ടൽ എത്താറായെന്ന്, അധികം ദൂരമൊന്നും എടുത്തില്ല. എനിക്ക് തോന്നുന്നു ആ കാണുന്ന പച്ചയാണ് ഞങ്ങളുടെ ഹോട്ടൽ, ആ ഗ്രീൻ ബിൽഡിംഗ് ആണെന്ന്. ഇതാണ് ഹോട്ടൽ ബജായ നട്ടൂറ. ഇവർ ഞങ്ങൾ നാച്ചുറ എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, ഇവർ നട്ടൂറ എന്നാണ് പറയണേ. ഇതാണ്. അപ്പോൾ ഞങ്ങളുടെ ഹോട്ടലെത്തി. ഞങ്ങളിന്ന് പകൽ കുറച്ച് നേരം പുറത്തൊക്കെ പോയി കുറച്ച് സാധനമൊക്കെ വാങ്ങി വന്നു. അപ്പോഴേക്കും രാത്രിയായി. ഇതാണ് പുറത്തുനിന്നുള്ള വ്യൂ. ആ നേരെ കാണുന്ന ആ ഡോം പോലുള്ള സംഭവം ഒരു മ്യൂസിയം ആണെന്ന് തോന്നുന്നു. ഇപ്പം നോർത്തേൺ ലൈറ്റ്സ് ടൂറിന് പോകാൻ നിൽക്കുക. ഞങ്ങളിപ്പോൾ വണ്ടി കയറി നോർത്തേൺ ലൈറ്റ്സ് ടൂറിന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാണാൻ പറ്റുമോയെന്ന് എനിക്ക് അറിയില്ല, പോയി നോക്കാം. ഇവരിപ്പോഴും പറയുന്നുണ്ട് വെറും പ്രോബബിലിറ്റിയേ ഉള്ളൂ, ആരും 100% ഹോപ്പ് വയ്ക്കണ്ട. പക്ഷെ ഇന്ന് നല്ല വെതറാണെന്നൊക്കെ പറയുന്നു, അതുകൊണ്ട് കാണാൻ ചാൻസ് ഉണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇവർ കുറേ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു നോർത്തേൺ ലൈറ്റ്സിൻ്റെ. അതിനെ ഇവർ അറോറ ബോറിയാലിസ് അറോറ എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഈ ഗൈഡാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി ഇങ്ങനെ കുറേ സ്ഥലത്ത് ഓരോ സ്ഥലത്തും ഇങ്ങനെ മാറി പോകുമെന്നാണ് പറയുന്നത്. എവിടെന്നാ കാണുന്നതെന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഇങ്ങനെ മാറി ഡ്രൈവ് ചെയ്യുമെന്നാണ് പറയണേ. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഇവിടെ ഒരു സ്ഥലത്തൊരു മലയുടെ മുകളിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തി ഞങ്ങളെല്ലാവരും ഇറങ്ങി. ഫുള്ളി ഇരുട്ടാണ് ഇവിടെ, ഭയങ്കര തണുപ്പാണ്, കാറ്റും. മലയുടെ മുകളിലായതുകൊണ്ട് ഭയങ്കര കാറ്റും ഉണ്ട്. അയ്യോ നല്ല തണുപ്പുണ്ട്. ഞങ്ങളെല്ലാവരും എന്നാലും കാണാൻ പറ്റുമോ നോക്കി നിൽക്കുകയാണ്. ആ പുള്ളിയുടെ കയ്യിലൊരു ക്യാമറയുണ്ട്, അപ്പോൾ അതിലാണ് കൂടുതൽ നന്നായിട്ട് കാണാൻ പറ്റുക എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഇത്രയും ഈ തണുപ്പ് സഹിച്ച് ഇവിടെ നിന്നിട്ട് വല്ലതും കാണാൻ പറ്റുമോ നോക്കാം. ഞങ്ങൾ കുറേ നേരമായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്, പക്ഷേ ഒന്നും കാണുന്നില്ല. പുള്ളിക്കാരൻ പറയുന്നത് ഇതിന് നല്ല നോർത്തേൺ ലൈറ്റ്സിൻ്റെ നല്ല ആക്ടിവിറ്റി ഉണ്ടെന്നാണ്. പക്ഷെ ഇന്ന് നല്ല മൂൺലൈറ്റാണ്, ഫുൾ മൂണാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇതിന് ശരിക്കും 3 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് നോർത്തേൺ ലൈറ്റ്സിൻ്റെ ആക്ടിവിറ്റി ഒബ്വിയസ്ലി, പിന്നെ ഭയങ്കര ഡാർക്ക്നെസ് വേണം, അതുപോലെ ക്ലൗഡ്സ് ഒന്നും ഇല്ലാത്ത ക്ലിയർ സ്കൈയും വേണം. ഇന്നാണെങ്കിൽ നല്ല ആക്ടിവിറ്റി ഉണ്ട്, പക്ഷേ ഭയങ്കര മൂൺലൈറ്റാണ്, അതുകൊണ്ട് ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. ഞങ്ങളപ്പോൾ ഒരു ഹോപ്പും ഇല്ലയെന്നും പറഞ്ഞ് തിരിച്ചു പോകാൻ നിൽക്കുമ്പോഴാണ് ഈ വണ്ടിയിൽ കയറി പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതേ ഒരു കുറച്ചൊരിത് കണ്ടു. അപ്പോൾ ഇവിടെ നിർത്തി നോക്കിയതാ. അങ്ങനെ ഭയങ്കരമായിട്ടില്ല, സിറ്റി എത്താറായപ്പോഴാണ് കണ്ടേ. അപ്പം ചെറിയ രീതിയിൽ കാണുന്നുണ്ട്, ക്യാമറയിൽ അധികം കാണുന്നില്ല. പക്ഷെ ആ പുള്ളി ഗൈഡിൻ്റെ കയ്യിലുള്ള ക്യാമറയിൽ നന്നായിട്ട് കാണുന്നുണ്ട്. എൻ്റെ കുറച്ച് പിക്സ് ഞാൻ കാണിക്കാം. ഇത് നേരിട്ട് നോക്കുമ്പോൾ ശരിക്കും ഇത്രയും സ്ട്രോങ് ആയിട്ട് കാണുന്നില്ല. നല്ലൊരു ക്യാമറയിൽ മാത്രമേ ഇത്രയും സ്ട്രോങ് ആയിട്ട് അത് കാണുള്ളൂ. എന്തായാലും ഞങ്ങൾ ഭയങ്കര ലക്കിയാണ് ഇത് കാണാൻ പറ്റിയതിൽ.
ഇനി സന്തോഷത്തോടെ പോയി ഉറങ്ങാം. അപ്പോൾ ഇന്ന് മെയിൻലി ഇത്രയേ ഉള്ളൂ. നാളെ രാവിലെ നമുക്ക് കാണാം.